ഹലോ ഗായ്സ്, വെൽക്കം ടു സീക്രട്ട് ടിപ്സ്. എല്ലാവർക്കും സീക്രട്ട് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്ന് എന്ത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നു എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചെറിയൊരു പ്രശ്നത്തിന് പരിഹരിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എത്ര പേർക്ക് എൽബോയിൽ പിഗ്മെന്റേഷൻ ഉണ്ട്, നെക്കിൽ പിഗ്മെന്റേഷൻ ഉണ്ട്, അതായത് ബ്ലാക്ക് കളർ ആ ഒരു ഫീൽഡുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുട്ടിലൊക്കെ, കാലിൻ്റെ മുട്ടിലൊക്കെ ചെറിയ ഡാർക്ക്നെസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പിഗ്മെന്റേഷൻ, നമ്മുടെ ഈ ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സ്, ഇങ്ങനെയുള്ള കാര്യം നമുക്ക് ഒത്തിരി പേർക്കുണ്ടല്ലോ. എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ പ്രോബ്ലം ആയിരിക്കുമല്ലോ ഇത്. പിന്നെ അതുപോലെ തന്നെ അണ്ടർ ആംസിൻ്റെ ഡാർക്ക്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പരിഹാരമായിട്ടൊരു ചെറിയൊരു പ്രൊഡക്റ്റായിട്ടാണ് എല്ലാവരും കേട്ടിട്ടുള്ളൊരു സാധനമാണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോളിക് ആസിഡിന്റെ 7% ഓർഡിനറിയുടെ ഒരു നമ്മൾ ലിക്വിഡിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അതൊരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഉള്ളൊരു ഇന്ത്യൻ ഫാർമസി പ്രോഡക്റ്റ് ആണിത്. ഗ്ലൈക്കോളിക് ആസിഡ് 6%. ഇത് ആക്ച്വലി ഇത്രത്തോളം ഓൾമോസ്റ്റ് ഫിനിഷായി. ഇത് ഞാൻ കുറച്ച് നാളായത് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് നല്ലൊരു പ്രോഡക്റ്റ് കേട്ടോ. ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു എക്സ്ഫോളിയൻ്റ് ആണ്. ഇത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ട്വൈസ് ഓർ ഇൻ എ വീക്ക് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബെസ്റ്റ് യൂസ് ചെയ്യേണ്ടത് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അത്രയ്ക്കും ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഇത് നമ്മൾ കയ്യിലോ കാലിലോ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കൈമുട്ടിലും നെക്കിലും ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കുളിച്ച് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മുടെ നോർമലായിട്ടുള്ളൊരു ബോഡി ലോഷനോട് അപ്ലൈ ചെയ്ത് ബ്ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിലൂടെ നല്ലൊരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ കാൽമുട്ടിലും അതുപോലെ തന്നെ അണ്ടർ ആംസിലും നന്നായിട്ട് രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ബോഡി ഓർഡറിനെയും കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡാർക്ക്നെസ്സും കുറയ്ക്കുന്നതായിരിക്കും. ഇത് ഫസ്റ്റ് യൂസിൽ ഒറ്റ നൈറ്റ് കൊണ്ടിട്ട് ഒന്നും ഒരു മാജിക്ക് സംഭവിക്കില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇതൊരു ഫാർമക്കോളജിക്കൽ പ്രൊഡക്റ്റ് ആയിട്ടാണ്. ഇത് ഫാർമസിയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളതാണ്. സോ എന്തായാലും അതിന് കുറച്ച് ടൈം എടുക്കും. എക്സാക്ട്ലി നമുക്ക് ഒരു നൈറ്റിൽ നമ്മളൊരു മെഡിസിൻ എടുത്തത് കുറഞ്ഞു, ഓക്കെ, അതുപോലൊന്നുമല്ല. ഇതിന് ശരിക്കും ടൈം എടുക്കും. ചിലപ്പം ചിലരുടേത് കുറേ വർഷങ്ങളായിട്ടുള്ള പിഗ്മെന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം മന്ത്സ് എടുക്കും, ചിലപ്പം വീക്സ് എടുക്കും, ചിലപ്പം ഇയേഴ്സ് കൂടെ എടുത്തെന്നിരിക്കും. പക്ഷെ നിങ്ങൾ അതിനകത്ത് ഡെസ്പായി പോവാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസി. അതാണ് ഇവിടുത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സോ ഇത് അങ്ങനെ അപ്ലൈ ചെയ്യുക. രാവിലെ നമ്മൾ നോർമലി പോകുമ്പോൾ അണ്ടർ ആംസിലൊക്കെ ആണെങ്കിൽ നമ്മൾ റോൾ ഓൺ, ഞാൻ അതിനെപ്പറ്റിയൊക്കെ വീണ്ടും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ബെസ്റ്റ് റോൾ ഓൺസ് നിങ്ങളത് യൂസ് ചെയ്യുക. അതും കൂടെ ഒക്കെ കോമ്പിനേഷൻ വരുമ്പം നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ബോഡിയെ ടേക്ക് കെയർ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ്സും കൂടുന്നത്. പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ടോണർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടോണേഴ്സ് യൂസ് ചെയ്യും, നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ടോണർ യൂസ് ചെയ്യുക. അതിനുശേഷം ഗ്ലൈക്കോ-6 നിങ്ങൾക്ക് ചെറിയ ഡോട്ട് ശകലം എടുക്കാവും. എന്നിട്ട് ഒരു ഡോട്ട് പോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഞാനിത് മോർണിംഗ് ടൈമിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല. നൈറ്റ് ടൈമിലായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്ത് ഒരു ശകലം നേരം അതങ്ങനെ വെക്കുക. ഒരു 5 minutes ഒക്കെ അത് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം. കാരണം നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് അവിടെ ഒരു എക്സ്ഫോളിയേഷൻ ആണ് നടക്കുന്നത്. അപ്പം ഭയങ്കരമായിട്ട് ഫേസ് ഡ്രൈ ആയി പോകാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കിൻ ഫീൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുമാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. ഇത് യൂസ് ചെയ്ത് പണി കിട്ടിയവരും ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ജസ്റ്റ് നിങ്ങൾ ഒരു ശകലമൊക്കെ ഒന്ന് എടുത്ത് ഒരു പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളിടത്തോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിനായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇനി ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് മോർണിംഗിൽ ഉറപ്പായിട്ടും ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡെയിലി ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്തിട്ട് സൺസ്ക്രീൻ ഇട്ടിട്ട് മാത്രമേ നിങ്ങൾ പുറത്ത് പോകാൻ പാടുള്ളൂ. ബിക്കോസ് ഇങ്ങനെയുള്ള നമ്മൾ എക്സ്ഫോളിയൻസ് നമ്മൾ 1 day പ്രയർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ടാനിങ് ആവാൻ നല്ല ചാൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ടാനിങ് റിമൂവ് ചെയ്യാനും നന്നായിട്ട് സഹായിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ എടുത്ത് ബോഡിയിലൊന്നും തേച്ച് കഴിഞ്ഞാൽ ടാനിങ് ഒന്നും പോകത്തില്ല. ഫേസിലെ ടാനിങ് ഒക്കെ പോകാനായിട്ട് വൺസിൻ്റെ വീക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു തിൻ ലെയർ പോലെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് നേരം വെച്ചിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാലും നിങ്ങൾക്ക് അതിനകത്തൊരു ചെറിയൊരു എക്സ്ഫോളിയേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് അങ്ങനെ അത് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഒരു മറ്റേ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ടോണർ നിങ്ങൾ ഫേസിൽ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. ഇത് നിങ്ങളിപ്പോൾ പിഗ്മെന്റേഷന് വേണ്ടി മാത്രം നിങ്ങൾ യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതോ എന്നോട് കമൻറ്റിൽ പറയാൻ മറക്കരുത്. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്ത് ഇതിൻ്റെ എന്തെങ്കിലും ദൂഷ്യവശങ്ങളോ നിങ്ങൾക്കും
പലരുടെയും സ്കിന്നും പലതാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ എന്ന് ഞാൻ പറയത്തില്ല. അതിന് മുന്നേ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ അത് കാണാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.